കാർഷിക സമൃദ്ധിയുടെ നല്ല കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായി നാട്ടുപച്ച വീണ്ടും എത്തിയിരിക്കുന്നു. നാട്ടുപച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. 10 സെന്റ് സ്ഥലം കൊണ്ട് എന്തൊക്കെ ചെയ്യാനാകും? ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റയ്ക്കടുത്തുള്ള കണിയാമ്പറ്റയിലുള്ള സാബിയുടെ വീടിന് മുന്നിലാണ്. താമസിക്കാനും കൃഷി ചെയ്യാനുമായി ഇവർക്ക് ആകെയുള്ളത് 10 സെന്റ് സ്ഥലമാണ്. ഇതിൽ നിന്ന് ഈ കുടുംബത്തിന് വേണ്ട മുഴുവൻ വരുമാനവും ഇവർക്ക് ലഭിക്കുന്നു. ആ മാജിക് നമുക്കൊന്ന് കാണാം. അളന്നാൽ 10 സെന്റ് ആണെങ്കിലും ഇവിടെ ഉണ്ടാകുന്ന കൃഷി വിഭവങ്ങൾ കണ്ടാൽ അത് തോന്നില്ല. സാധാരണ 1/2 ഏക്കറെങ്കിലും വേണം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്ര സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇതാണ് ഇവിടുത്തെ വീട്ടുകാരി സാബി. 10 സെന്റിൽ നിന്ന് ഒരു കുടുംബത്തിന് കഴിയാനുള്ള മുഴുവൻ വരുമാനവും എങ്ങനെയാണ് അത് സാധിക്കുന്നത്? ഇപ്പം ഞങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചക്കറി പോയിട്ട് ഞങ്ങൾക്ക് ചുറ്റിലുള്ള 5-6 വീടുകൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ആഴ്ചോറും 15 കിലോ ചീര, 20 കിലോ വഴുതന, അങ്ങനെ പച്ചമുളക് എല്ലാം ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം മറ്റേ ഫാൻസി ഐറ്റംസ്, കോഴികൾ, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ മുട്ടയും കൊടുക്കുന്നുണ്ട്. ഫാൻസി ഐറ്റംസിൽ എന്ന് പറയുമ്പോൾ ഒരു മുട്ടയ്ക്ക് 50 രൂപ മുതൽ 100 രൂപ വരെ വില കിട്ടുന്നുണ്ട്. 10 സെന്റ് സ്ഥലത്തെ ഒരുക്കിയെടുത്തതിൽ നിന്ന് തുടങ്ങുന്നു ഇവരുടെ വിജയരഹസ്യം. ആകെയുള്ള സ്ഥലത്തിന്റെ ഒരറ്റത്തേക്ക് വീടിനെ ഒതുക്കി. അതോടെ വീട്ടുമുറ്റം വിശാലമായി കിട്ടി. എടുക്കാൻ പോലൊരു പുല്ല് പോലും ഇല്ലാത്ത ഒരു സ്ഥലം വരുന്നൊരു വളമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റേജിൽ വളവും ഒക്കെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആടിനെ വാങ്ങി. അപ്പോൾ അതും ആടിൻ്റെ വളങ്ങളും പച്ചില വളവും കൂടെ മണ്ണിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്തിട്ട് മണ്ണിനെ നല്ല ഫലപുഷ്ടിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഓരോന്ന് വാഴ, അങ്ങനെ എല്ലാ പച്ചക്കറി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം അത് ഗ്രോ ബാഗുകളിലും ചട്ടികളിലും ഒക്കെ ആക്കി നട്ട് അതാക്കി. കാടക്കോഴിയെ വളർത്താനുള്ള കൂട് ഒരു വശത്ത് നീളത്തിൽ തയ്യാറാക്കി. ബാക്കി സ്ഥലത്ത് ചെടികൾ തിങ്ങി വളർന്നു. അലങ്കാര കോഴികളുടെ കൂട് ചെടികൾക്കിടയിൽ. കാടയാണ് വരുമാനം കൊണ്ടുവരുന്നതിൽ പ്രധാനികൾ. ഞാനിപ്പോൾ 1000 കാട ചെയ്യുന്നുണ്ട്. 1000 കാട നമ്മൾ ആദ്യം എടുക്കുമ്പോൾ 30,000 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ 30,000 രൂപ നമ്മൾ കൊടുത്ത് കാടയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 മാസം പ്രായമുള്ള കാടയെ കൊണ്ടുവരുന്നു. പിന്നെ അതൊരു 28 ദിവസം കൂടെ നിൽക്കുമ്പോൾ മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങിയാൽ ഒരു മുട്ടയ്ക്ക് 2 രൂപ റേറ്റ്. ആദ്യം 1 മാസം കൊണ്ട് നമ്മൾ ഫുൾ കാടയും മുട്ടയിട്ട് ലെവലാവും. പിന്നെ ഒരു മുട്ട 2 രൂപ വെച്ചിട്ട് ഞങ്ങൾ ഷോപ്പുകളിൽ എത്തിച്ചു കൊടുക്കും. ദിവസം 25 കിലോ തീറ്റ വേണം 1000 കോഴികൾക്ക്. അതിന് 700 രൂപ ചെലവാകും. മുട്ടയിട്ട് തുടങ്ങിയാൽ ഏറ്റവും കുറഞ്ഞത് 800 മുട്ട ദിവസവും കിട്ടും. മുട്ടയൊന്നിന് 2 രൂപ വെച്ച് കൂട്ടിയാലും 1600 രൂപ ദിവസ വരുമാനം കാടയിൽ നിന്ന് മാത്രം. എങ്ങനെ പോയാലും ലാഭം 800 രൂപ കിട്ടും. അലങ്കാരക്കോഴികളാണ് കാശ് കൊണ്ടുവരുന്ന മറ്റൊരിനം. നമ്മുടെ നാട്ടിൽ പ്രചാരം കുറവായ ഇനങ്ങളെ തെരഞ്ഞെടുത്ത് വളർത്തുന്നത് കാരണം ആവശ്യക്കാർ ധാരാളമായി ചോദിച്ചറിഞ്ഞെത്തുന്നു. പ്രത്യേകിച്ച് തീറ്റയൊന്നും നൽകില്ല. തവിടും വീട്ടിലെ ഭക്ഷണാവശിഷ്ടങ്ങളും തന്നെ ധാരാളം. ഇത് പോരുകോഴി. ഇത് വലുതായി കഴിഞ്ഞാൽ, മുട്ടയുടെ പ്രായമായി കഴിഞ്ഞാൽ ഒരു ജോഡിക്ക് 2000 രൂപ വരെ വില വരുന്ന കോഴി. പിന്നെ ഇത് ഫ്രില്ല്. ഇതിൻ്റെ പേര് ഫ്രില്ല്. ഇതിപ്പം വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരിതാണ്. ഇതും റേറ്റിൻ്റെ കാര്യത്തിൽ ഇത് ഒരെണ്ണം 1500 രൂപ വില വരും. പിന്നെ ഇത് ഇറ്റാലിയൻ വൈറ്റ്. ഇത് 1500 മുതൽ 2500 രൂപ വരെ വില വരും. ഇതിൻ്റെ ഒരു മുട്ടയ്ക്ക് 100 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇത് പോളിമാസ്. പോളിമാസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കോഴി. ഇതിന് നല്ല ഡിമാൻഡുണ്ട്, ഇതിൻ്റെ മുട്ടയ്ക്കായാലും കോഴിക്കായാലും. അമേരിക്കൻ ബീൻസ് എന്ന ഈ പയർച്ചെടിയാണ് മറ്റൊരു സവിശേഷ ഇനം. കറി വയ്ക്കാൻ വാങ്ങിയതിൽ നിന്ന് വിത്തെടുത്ത് ഉണക്കി നട്ടുവളർത്തിയതാണ്. കൂടുതൽ നാരുള്ള ഇനമാണ്. പ്രമേഹ രോഗികൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. പരിപ്പ് കിലോയ്ക്ക് 300 രൂപയിലേറെ വിലയുണ്ട്. പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. വെയിലത്ത് പടർത്തിവിട്ടാൽ മതി, നന്നായി കായ്ക്കും. വേനൽക്കാലത്ത് പ്രത്യേകിച്ചും. ഒരുപാട് നടയണമെങ്കിൽ കുറഞ്ഞ ഒരു 5 മൂടെങ്കിലും ഉണ്ടെങ്കിൽ മാസം 3-4 കിലോ പയർ കിട്ടും.
നന്നായിട്ട് ശരിക്ക് കായ്ക്കുന്ന ഒരു ഇതാണ്. വേനലിലാണ് ഇത് ശരിക്ക് ഇതിൻ്റെ മഴയത്ത് ഇതിൻ്റെ നല്ല ഇതായിട്ട് കുരുത്ത് പോകുന്നു. വേനലിലാണ് ഇത് നനച്ചാൽ ശരിക്കും ഇത് കായുണ്ടാവും. ഇവിടുത്തെ പപ്പായ ചെടികൾ കണ്ടാൽ അതിശയിച്ചു പോകും. സമൃദ്ധമായ കുലകൾ. ഒരു പപ്പായയിൽ തന്നെ പല ഇനം പപ്പായകളും ഇവിടെ കാണാം. വാഴകളും കുലയുടെ കാര്യത്തിൽ ഒട്ടും കുറയ്ക്കില്ല. സൂക്ഷിച്ചുള്ള പരിചരണമൊന്നുമില്ല. വെട്ടിയെടുക്കാൻ മാത്രം ബുദ്ധിമുട്ടിയാൽ മതി. ഭർത്താവും 2 മക്കളും എല്ലാ കാര്യങ്ങൾക്കും സാബിക്ക് കൂട്ടായുണ്ട്. അതുതന്നെയാണ് ഈ കൃഷിയുടെ വിജയവും. ഏക്കർ കണക്കിന് ഭൂമി വെറുതെ തരിച്ചിട്ട് നടക്കുന്നവരോട് ഈ കുടുംബത്തിന് സഹതാപമാണ്. വെറും 10 സെന്റ് മതി. സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള പച്ചക്കറികൾ മാത്രമല്ല, വിൽക്കാനുള്ളതും ഉൽപ്പാദിപ്പിക്കാം. മറ്റു ചെലവിനുള്ള പണവും കണ്ടെത്താം. ഇനി എന്തൊക്കെയാണ് ചേച്ചിയുടെ ഭാവി പരിപാടികൾ? ഇത് വിപുലീകരിക്കാൻ വേണ്ട പദ്ധതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് നല്ല 2-3 പ്ലാനിങ് ഉണ്ട്. അതിലൊന്ന് നല്ല ഇനം ഒരു പശുവിനെ, ഒരു വെച്ചൂർ പശുവിനെ കുറിച്ച് ഞാൻ നോക്കുന്നുണ്ട്. അത് പറ്റുമെങ്കിൽ അത് വാങ്ങി നിർത്തുക. പിന്നെ ഒരു കുളം, ഇതിനുള്ളിൽ തന്നെ ഒരു കുളം ഉണ്ടാക്കി അതിൽ കുറച്ച് കരിമീൻ ഇടുക, അസോള വളർത്തൽ, പിന്നെ ഇൻക്യുബേറ്ററിന് പറഞ്ഞിട്ടുണ്ട്. അത് കൊണ്ടുവന്നാൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് ഫാൻസി അല്ലാത്ത എല്ലാ കോഴികളെ വിരിയിച്ച് കുഞ്ഞുങ്ങളും കൊടുക്കാനുള്ള ഒരു പരിപാടി. അപ്പോൾ ഇനി ചേച്ചിയുടെ കൃഷിക്ക് എല്ലാ ഭാവുകളും നേരും. നാട്ടുവച്ചയുടെ എല്ലാ ആശംസകളും ഉണ്ടാകട്ടെ. ഇനിയും ഒരുപാട് വലുതാവട്ടെ എന്ന് ആശംസിക്കാം. സ്ഥലം കുറവാണെന്ന അപകർഷതയില്ലാതെ ഉള്ള സ്ഥലം ഫലപ്രദമായി ഉപയോഗിച്ചതിനുള്ള അംഗീകാരങ്ങൾ ഈ ദമ്പതികളെ തേടിയെത്തുകയാണ്. തൊടുപുഴ ഗാന്ധിജി സ്റ്റഡി സെന്റർ സംഘടിപ്പിച്ച സംസ്ഥാന കാർഷിക മേളയോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സംസ്ഥാനത്തെ മികച്ച ജൈവ കർഷകനുള്ള 1.5 ലക്ഷം രൂപയുടെ കർഷക തിലക് അവാർഡ് സാബി റഹീം ദമ്പതികൾ നേടിയത് അങ്ങനെയാണ്. സാബി പണിപ്പുരയിൽ, മിൽമുക്ക്, മൂലവയൽ, കണിയാമ്പറ്റ, വയനാട്. ഫോൺ 996 1999 170. നമ്പർ ഒരിക്കൽ കൂടി 9961 999 170.